ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞാൻ ഇപ്പോൾ ഒരു യാത്രയിലാണ്. കുട്ടനാടിൻ്റെ മടുക്കാത്ത ഭംഗികൾ കണ്ടുകൊണ്ട് ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. മഴക്കാലം കഴിയാറായതോടെ തോടുകളും കായലും നിറഞ്ഞു നിൽക്കുകയാണ്. നെൽപ്പാടങ്ങളെല്ലാം കൊയ്തിന് പാകമായ നെൽക്കതിരുകളാൽ സ്വർണ്ണ നിറത്തോടുകൂടി വണങ്ങി നിൽക്കുന്നു. ഈ ഭംഗി ഒരിക്കലും മടുക്കത്തില്ല. കൊച്ചിൻ ബിനാലെ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ലോകമേ തറവാട് എന്ന സമകാലിക കലാപ്രദർശനം കാണുക എന്നതാണ് ഉദ്ദേശം. കേരളത്തിലും പുറത്തുമുള്ള, കേരളത്തിൽ വേരുകളുള്ള 267 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ആലപ്പുഴയിലുള്ള 7 പ്രദർശന സ്ഥലങ്ങളിലായി കലാസ്വാദകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രദർശനവേദിയായ ആലപ്പുഴ ബീച്ചിന് എതിരുവശത്തായി സ്ഥിതി ചെയ്യുന്ന പോർട്ട് മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ സംഘാടകർ. ഇന്ത്യയിലെ സമകാലീന കലയുടെ ഏറ്റവും വലിയ പ്രദർശനമാണ് ലോകമേ തറവാട്. 7 വേദികളിലായി അവതരിപ്പിക്കുന്ന ഈ കലാപ്രദർശനത്തിൻ്റെ പ്രധാന സങ്കല്പനം ലോകം ഒരു കുടുംബമാണ് എന്നതാണ്. വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതയിലെ വരികളിൽ നിന്നെടുത്ത ഈ ആശയം മനുഷ്യരാശിയുടെ വിശ്വചേതനയോടുള്ള അഭ്യർത്ഥനയാണ്. ഇതാണ് ന്യൂ മോഡൽ കയർ സൊസൈറ്റി. ഒരു കാലത്ത് ആലപ്പുഴയുടെ പ്രതാപത്തിന് മാറ്റുകുറിച്ചിരുന്ന കയർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഇത്. ഇവിടെ 4 പ്രദർശന വേദികളുണ്ട്.
ആലപ്പുഴയെ ഒരു പൈതൃക നഗരമായി അടയാളപ്പെടുത്തുന്നതിനും ഈ പ്രദേശത്തെ കലകളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള സന്ദർശകരെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കലാകാരനും ക്യൂറേറ്ററുമായ ബോസ് കൃഷ്ണമാചാരി നേതൃത്വം കൊടുക്കുന്ന ഈ കലാപ്രദർശനം 2021 ഓഗസ്റ്റ് 13 മുതൽ നവംബർ 30 വരെ ആലപ്പുഴയിൽ നടത്തപ്പെടുന്നത്. 78 ദിവസം നീളുന്ന പകിട്ടേറിയ ഈ പ്രദർശനം ഇന്ത്യയിലും വിദേശത്തുമുള്ള 267 പ്രശസ്തരായ മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണാനുള്ള മികച്ച അവസരമാണ്. മനോഹരവും ചിന്തോദ്ദീപകവുമായ ചിത്രങ്ങളും ശില്പങ്ങളും വീഡിയോ ആർട്ടും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതോടൊപ്പം എല്ലാവർക്കുമായുള്ള വർക്ക്ഷോപ്പുകൾ, സംഗീത പരിപാടികൾ, ഫിലിം പ്രദർശനങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു. ലോകത്തിലെ ഓരോ നഗരവും നിവാസികളും ചേർന്നാണ് ബിനാലെകളും കലോത്സവങ്ങളും സംഘടിപ്പിക്കുന്നത്. ആഗോള കലാസമൂഹവുമായി നിരന്തരം ബന്ധപ്പെടാൻ ഇത് നഗരങ്ങളെ സഹായിക്കുന്നു. ഇത്തരം പ്രദർശനങ്ങൾ കല, വാസ്തുവിദ്യ, രൂപകൽപ്പന, ചരിത്രം, നഗരാസൂത്രണം എന്നിവയുടെ സംഗമവേദികളാണ്. 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന കലാപ്രദർശനം എന്നർത്ഥമാക്കുന്ന ഇറ്റാലിയൻ പദമാണ് ബിനാലെ. ഇംഗ്ലീഷിൽ ഇതിനെ ബൈനൈൽ എന്ന് വിളിക്കുന്നു. 1895 ആരംഭിച്ച വെനീസ് ബിനാലെ ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നത്.
2 വർഷത്തിലൊരിക്കൽ കൊച്ചിയിലെ വിവിധ വേദികളിൽ നടക്കുന്ന സമകാലീന പ്രദർശനമാണ് 2012 ആരംഭിച്ച കൊച്ചി മുസിരീസ് ബിനാലെ. ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദർശനം കാണുവാൻ വരുന്നു. ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുവാൻ സാധിക്കുന്നതൊന്നല്ല ലോകമേ തറവാട്. നഗരമധ്യത്തിൽ നിന്നും വളരെ അടുത്താണ് എല്ലാ പ്രദർശന വേദികളും ഒരുക്കിയിരിക്കുന്നത്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കാൻ ഉള്ളതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രദർശനങ്ങളും സർക്കാരിൻ്റെ അതത് സമയങ്ങളിലെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെയും പോർട്ട് മ്യൂസിയത്തിൻ്റെയും ഭാഗമായി മ്യൂസിയത്തിന് മുൻപിൽ ബീച്ചിനോട് ചേർന്ന് അടുത്ത കാലത്ത് സ്ഥാപിച്ച ഇന്ത്യൻ നേവിയുടെ ഡീകമ്മീഷൻ ചെയ്ത ഫാസ്റ്റ് അറ്റാക്ക് ഷിപ്പ് ആണിത്. 25 മീറ്റർ നീളമുള്ള ഈ പടക്കപ്പൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി പല ഓപ്പറേഷനിലും ഭാഗമായി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ വിശ്രമിക്കുന്നത്. അകാലത്തിൽ വിട്ടുപോയ കൊച്ചിൻ ബിനാലെയുടെ ജനറൽ മാനേജറും എൻ്റെ സുഹൃത്തുമായിരുന്ന അഡ്വക്കേറ്റ് കുര്യൻ പി തോട്ടിലിനായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.